Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Today we are going to discuss what are the important steps in the preparation of budget. ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം എന്തെല്ലാം സ്റ്റെപ്സാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു അപ്പോയിൻമെൻറ്റ് ഓഫ് ബഡ്ജറ്റ് ഓഫീസർ ഓർ ബഡ്ജറ്റ് കൺട്രോളർ. ബഡ്ജറ്റ് ഓഫീസർ ഓർ ബഡ്ജറ്റ് കൺട്രോളർ. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നോക്കിയാൽ ദ ബഡ്ജറ്റ് ഓഫീസർ ഈസ് എംപവേർഡ് ടു സ്ക്രൂട്ടനൈസ് ദ ബഡ്ജറ്റ് പ്രിപ്പയർഡ് ബൈ ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഹെഡ്സ് ആൻഡ് മേക്ക് ചേഞ്ചസ് ഇൻ ദം ഇഫ് ദ സിറ്റുവേഷൻസ് ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ ബഡ്ജറ്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹീസ് എ പേഴ്സൺ ഈസ് എംപവേർഡ് ടു സ്ക്രൂട്ടനൈസ് ദ ബഡ്ജറ്റ് പ്രിപ്പയർഡ് ബൈ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് ഓർ ഫങ്ഷണൽ ഹെഡ്സ്. ഓരോ ഫങ്ഷണൽ ഹെഡ്സ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റിനെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എംപവർ ചെയ്ത് എടുത്ത വ്യക്തിയാണ് എന്തെന്ന് പറയുക? ബഡ്ജറ്റ് ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? ഹീ ക്യാൻ മേക്ക് ചേഞ്ചസ് ഇൻ ദം ഇഫ് ദ സിറ്റുവേഷൻ ഡിമാൻഡ്. ഇപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻ അനുസരിച്ച് ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ, ഈ ബഡ്ജറ്റിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ അത് മേക്ക് ചെയ്യാനുള്ള റൈറ്റ് ആർക്ക് തന്നെയാണ്? ബഡ്ജറ്റ് ഓഫീസറിന് തന്നെയായിരിക്കും. ഓക്കെ, ദെൻ what are the duties of a budget officer? What are the duties of a budget officer? First duty is to coordinate the activities of various functional departments. To coordinate all the activities of various functional departments. Second one, to revise the budget manual as and when necessity arise. As and when necessity arise, the budget manual can be revised. Okay. Third one, to prepare budget programs and issue instructions for proper execution of such programs. To prepare budget programs, he has the right to prepare budget programs and also issue some instructions for proper execution of such programs. Then fourth one, to revise and scrutinize the functional budget received from various departments. Various ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിസീവ് ചെയ്ത ഫങ്ഷണൽ ബഡ്ജറ്റിനെ സ്ക്രൂട്ടനൈസ് ചെയ്യുകയും അതുപോലെ റിവൈസ് ചെയ്യുകയും ചെയ്യുക, അത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. ദ നെക്സ്റ്റ് വൺ, ടു പ്രിപ്പയർ സമ്മറി ബഡ്ജറ്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ബഡ്ജറ്റ് കമ്മിറ്റി. അപ്പം ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ബഡ്ജറ്റ് കമ്മിറ്റി ഹി ക്യാൻ പ്രിപ്പയർ എ സമ്മറി ബഡ്ജറ്റ് ഓർ മാസ്റ്റർ ബഡ്ജറ്റ്. ഓക്കെ, ലാസ്റ്റ് വൺ, ടു കളക്ട് ആക്ച്വൽ കോസ്റ്റ് ഫ്രം കോസ്റ്റ് ഓഫീസ് ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് ബഡ്ജറ്റ് ഫിഗേഴ്സ് ഇൻ ബഡ്ജറ്റ് റിപ്പോർട്ട്. അതുപോലെ ലാസ്റ്റിൽ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. ആക്ച്വൽ കോസ്റ്റും അതുപോലെ ബഡ്ജറ്റ് കോസ്റ്റുമായിട്ട് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. അതും ആരുടെ ഡ്യൂട്ടിയാണ്? ബഡ്ജറ്റ് ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. ദെൻ ബഡ്ജറ്റ് കമ്മിറ്റി. Budget committee is a permanent standing committee consisting all the departmental heads as members and usually general manager as the chairman. അപ്പോൾ what do you mean by budget committee? Budget committee is a permanent standing committee. It is a permanent standing committee consisting all the department heads as the members and usually general manager as the chairman. Okay, അപ്പം ഒരു പെർമനൻറ്റ് സ്റ്റാൻഡിങ് കമ്മിറ്റിയാണ് എന്തെന്ന് പറയുക? ബഡ്ജറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ആ ബിസിനസ് യൂണിറ്റിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് ആയിരിക്കും അതിൻ്റെ മെമ്പേഴ്സ്. അതുപോലെ ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരിക്കും? യൂഷ്വലി അത് ചെയർമാൻ, ജനറൽ മാനേജർ തന്നെയായിരിക്കും അതിൻ്റെ ചെയർമാൻ. ഇറ്റ് ഈസ് ആൻ അഡ്വൈസറി കമ്മിറ്റി ആൻഡ് ഈസ് എൻട്രസ്റ്റഡ് വിത്ത് ദ ഫോളോയിങ് ഡ്യൂട്ടീസ്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ അഡ്വൈസറി കമ്മിറ്റി. ഇറ്റ് ഈസ് ആൻ അഡ്വൈസറി കമ്മിറ്റി ആൻഡ് ഈസ് എൻട്രസ്റ്റഡ് വിത്ത് ദ ഫോളോയിങ് ഡ്യൂട്ടീസ്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് ഫോളോയിങ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ടു ഫോർമുലേറ്റ് എ ജനറൽ പ്രോഗ്രാം ഫോർ ബഡ്ജറ്റിംഗ്. ഫസ്റ്റ് വൺ, ടു ഫോർമുലേറ്റ് എ ജനറൽ പ്രോഗ്രാം ഫോർ ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ജനറൽ പ്രോഗ്രാം ഫോർമുലേറ്റ് ചെയ്യുക. ദെൻ സെക്കൻഡ് വൺ, ടു റിസീവ് ആൻഡ് ഡിസ്കസ് ഡിപ്പാർട്ട്മെൻറ്റൽ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻസ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഡിപ്പാർട്ട്മെൻറ്റൽ ബഡ്ജറ്റ് റിസീവ് ചെയ്യുകയും അതുപോലെ അതിനകത്തുള്ള കണ്ടൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും, അതിന് വേണ്ടുന്ന റെക്കമെൻഡേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മേക്ക് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ദെൻ തേർഡ് വൺ, ടു കോർഡിനേറ്റ് ഡിപ്പാർട്ട്മെൻറ്റൽ ബഡ്ജറ്റ് റിസോൾവിങ് എനി കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദം. അതുപോലെ എന്ത് ചെയ്യണം? ഡിപ്പാർട്ട്മെൻറ്റ് ബഡ്ജറ്റുകൾ എന്ത് ചെയ്യുക? കോർഡിനേറ്റ് ചെയ്യുക. അതിനകത്ത് എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? റിസോൾവ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ടു സ്റ്റഡി വേരിയസ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ് ഫ്രം ബഡ്ജറ്റ് ആൻഡ് മേക്ക് അപ്രോപ്രിയേറ്റ് സജഷൻസ്. അതുപോലെ വേരിയേഷൻസ് എങ്കിലും ഉണ്ടോ എന്നത് സ്റ്റഡി ചെയ്യുക. വേരിയേഷൻസ് ഉണ്ടോ എന്നറിയണമെങ്കിൽ
ആക്ച്വൽ പെർഫോമൻസും ബഡ്ജറ്റ് പെർഫോമൻസുമായിട്ട് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്നുള്ളത് സ്റ്റഡി ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും എന്താണ് അൺഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻ ആണ് കാണുന്നതെങ്കിൽ അതിന് വേണ്ടുന്ന അപ്രോപ്രിയേറ്റ് സജഷൻസ് എടുക്കുക. മേക്ക് അപ്രോപ്രിയേറ്റ് സജഷൻസ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ടു റിവൈസ് ബഡ്ജറ്റ് ഇഫ് കണ്ടീഷൻസ് വാറണ്ട്. അതുപോലെ നമ്മുടെ കണ്ടീഷൻസ് എന്താണ് നമുക്ക് എഗനിസ്റ്റ് ആണെങ്കിൽ ആ ബഡ്ജറ്റിന് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാനുള്ള റൈറ്റും ഉണ്ടായിരിക്കും. ബഡ്ജറ്റ് കമ്മിറ്റിക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് വൺ, ടു കൺസിഡർ ചേഞ്ചസ് ഇൻ ബഡ്ജറ്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. അതുപോലെ എന്താണ് ബഡ്ജറ്റ് പോളിസീസിനും പ്രൊസീജിയറിലും ഒക്കെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യുന്നതും ആര് തന്നെയായിരിക്കും, ബഡ്ജറ്റ് കമ്മിറ്റി ആയിരിക്കും. ഓക്കെ. ദെൻ വാട്ട് യു മീൻ ബൈ ബഡ്ജറ്റ് പീരീഡ്? തേർഡ് സ്റ്റെപ്പാണ് ബഡ്ജറ്റ് പീരീഡ്. ഫിക്സിംഗ് ബഡ്ജറ്റ് പീരീഡാണ്. ഓക്കെ. ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ടൈം ഫോർ വിച്ച് ബഡ്ജറ്റ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് എംപ്ലോയിഡ്. എത്രത്തോളം പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുകയും അത് എക്സിക്യൂട്ടീവ് ചെയ്യുകയും അതുപോലെ എംപ്ലോയ് ചെയ്യുകയും ചെയ്യേണ്ടത്, ആ ടൈം പീരീഡിനെയാണ്, ആ ലെങ്ത് ഓഫ് ടൈമിനെയാണ് എന്തെന്ന് പറയുക, ബഡ്ജറ്റ് പീരീഡ് എന്ന് പറയുക. അപ്പോൾ എന്താ വാട്ട് യു മീൻ ബൈ ബഡ്ജറ്റ് പീരീഡ്? ബഡ്ജറ്റ് പീരീഡ് ഈസ് ദ ലെങ്ത് ഓഫ് ടൈം ഫോർ വിച്ച് എ ബഡ്ജറ്റ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് എംപ്ലോയിഡ്. ഓക്കെ. ദ ലെങ്ത് ഓഫ് ടൈം ഡിപ്പെൻഡ്സ് ഓൺ എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത് നോക്കിയാൽ. ഫസ്റ്റ് വൺ, ദ കൺട്രോൾ ആസ്പെക്ട്. കൺട്രോൾ ആസ്പെക്റ്റിനെ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം. സെക്കൻഡ് വൺ, പ്രൊഡക്ഷൻ പീരീഡ്. പ്രൊഡക്ഷൻ പീരീഡിനെ കൺസിഡർ ചെയ്യണം. ദെൻ തേർഡ് വൺ, ടൈമിംഗ് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഫിനാൻസ്. ടൈമിംഗ് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഫിനാൻസ്. ലാസ്റ്റ് വൺ, ലെങ്ത് ഓഫ് ട്രേഡ് സൈക്കിൾ എക്സെട്ര. ലെങ്ത് ഓഫ് ട്രേഡ് സൈക്കിൾ എക്സെട്ര. അപ്പോൾ ഈ 4 ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് എന്താണ് ബഡ്ജറ്റ് പീരീഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ലെങ്ത് ഓഫ് ടൈം അല്ലെങ്കിൽ ബഡ്ജറ്റ് പീരീഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഫോർത്ത് വൺ, ബഡ്ജറ്റ് സെൻറ്റർ ആണ്. ഫോർത്ത് വൺ, ബഡ്ജറ്റ് സെൻറ്റർ. ബഡ്ജറ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബഡ്ജറ്റ് സെൻറ്റർ ആണ്. ഓക്കെ. ദെൻ budget center, what do you mean by budget center? It is defined as a department or section of the organization defined for the purpose of budgetary control. Budgetary control പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിലെ ഡിപ്പാർട്ട്മെൻറ്റിനെയോ സെക്ഷനെയോ ഡിഫൈൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുക, ബഡ്ജറ്റ് സെൻറ്റർ എന്ന് പറയുക. അപ്പോൾ ബഡ്ജറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ സെക്ഷൻ. അതൊരു ഡിപ്പാർട്ട്മെൻ്റ് ആകാം, അല്ലെങ്കിൽ അതൊരു സെക്ഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ ആകാം. ഓക്കെ. ഡിഫൈൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ. ബഡ്ജറ്ററി കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സെക്ഷനെയാണ് എന്തെന്ന് പറയുക, ബഡ്ജറ്റ് സെൻറ്റർ എന്ന് പറയുക. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ കോസ്റ്റ് കൺട്രോൾ ആൻഡ് ഓൾ ബഡ്ജറ്റ് ഷുഡ് ബി റിലേറ്റഡ് ടു കോസ്റ്റ് സെൻറ്റർ. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ഈ ബഡ്ജറ്റ് സെൻറ്റേഴ്സും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആൻഡ് ഓൾ ബഡ്ജറ്റ് ഷുഡ് ബി റിലേറ്റഡ് ടു കോസ്റ്റ് സെൻറ്റർ. എല്ലാ ബഡ്ജറ്റും ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? കോസ്റ്റ് സെൻറ്റേഴ്സുമായിട്ട് റിലേറ്റഡ് ആണ്. Fifth step is identification of budget key factor. Identification of budget key factor. What do you mean by budget key factor എന്നുള്ളത് നമുക്ക് നോക്കാം. It is also known as principal budget key factor or governing factor or limiting factor. അപ്പോൾ budget key factor is also known as principal budget key factor or governing factor or limiting factor. Okay. It is a factor whose influence affect all other budget. അപ്പം മറ്റുള്ള എല്ലാ ബഡ്ജറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ ആ ഫാക്ടറിനെയാണ് എന്തെന്ന് പറയുക, ബഡ്ജറ്റ് കീ ഫാക്ടർ എന്ന് പറയുക. ബഡ്ജറ്റ് കീ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ ഫാക്ടർ ഹൂസ് ഇൻഫ്ലുവൻസ് അഫക്റ്റ് ഓൾ അതർ ബഡ്ജറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് മറ്റുള്ള എല്ലാ ബഡ്ജറ്റിനെ അഫക്റ്റ് ചെയ്യുന്നു എങ്കിൽ അങ്ങനെയുള്ള ഫാക്ടറിനെയാണ് എന്തെന്ന് പറയുക, ബഡ്ജറ്റ് കീ ഫാക്ടർ എന്ന് പറയുക. ഓക്കെ. ദെയർഫോർ എ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഓഫ് കീ ഫാക്ടർ ഈസ് പ്രിപ്പയർഡ് ബിഫോർ അതർ ബഡ്ജറ്റ്സ് ആർ ഫ്രെയിംഡ്. മറ്റുള്ള എല്ലാ ബഡ്ജറ്റും പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഈ കീ ഫാക്ടർ ഏതാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഐഡൻറ്റിഫൈ ചെയ്യണം. ദ കീ ഫാക്ടർ മേ ബി ദ ഷോർട്ടേജ് ഓഫ് റാ മെറ്റീരിയൽ. കീ ഫാക്ടർ എന്ന് പറയുന്നത് എന്തൊക്കെയാകാം? ഷോർട്ടേജ് ഓഫ് റാ മെറ്റീരിയൽ ആകാം, ദെൻ ലേബർ ആകാം, ഷോർട്ടേജ് ഓഫ് ലേബർ ആകാം, ലിമിറ്റഡ് പ്ലാൻ കപ്പാസിറ്റി ആകാം, ലിമിറ്റഡ് സെയിൽസ് ആകാം, ഓർ ലിമിറ്റഡ് ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ് ആകാം. അപ്പോൾ ഈ പറയുന്ന ഘടകങ്ങളൊക്കെയാണ് എന്തായിട്ട് സാധാരണ കേസിൽ വരിക, കീ ഫാക്ടർ ആയിട്ട് വരിക. എന്തൊക്കെയാണ്? ഷോർട്ടേജ് ഓഫ് റാ മെറ്റീരിയൽ, ഷോർട്ടേജ് ഓഫ് ലേബർ, ലിമിറ്റഡ് പ്ലാൻ കപ്പാസിറ്റി ഓർ ലിമിറ്റഡ് സെയിൽസ് ഓർ ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ്. ഓക്കെ. ഇറ്റ് ഹൈലൈറ്റ്സ് ദ ലിമിറ്റേഷൻസ് ഓഫ് ദ എൻ്റർപ്രൈസ്. ഈ കീ ഫാക്ടറാണ് നമുക്ക് എന്താ അറിയാൻ പറ്റുക, ആ ഒരു ബിസിനസ്സിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ കീ ഫാക്ടർ നോക്കിയാൽ മതി. ഓക്കെ. ദിസ് വിൽ ഇനേബിൾ ദ മാനേജ്മെൻറ്റ് ടു ഇംപ്രൂവ് ദ വർക്കിംഗ് ഓഫ് ദോസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വെയർ സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് എക്സിസ്റ്റ്. According to ICMA London defines budget key factor as the factor the extent of whose influence must
first be assessed in order to ensure that the functional budget is reasonably capable of fulfillment. അപ്പം നമുക്കറിയാം ഓരോ ഫങ്ഷണൽ ബഡ്ജറ്റിനും ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു ഘടകമുണ്ടെങ്കിൽ അതിനെ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലേ? ആ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫസ്റ്റ് ഐറ്റത്തിനെ എന്താ ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അങ്ങനെയുള്ള ഫാക്ടറിനെയാണ് എന്തെന്ന് പറയുക, ബഡ്ജറ്റ് കീ ഫാക്ടർ എന്ന് പറയുന്നത്. ദെൻ ബഡ്ജറ്റ് മാനുവലാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്, ബഡ്ജറ്റ് മാനുവലാണ്. പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് മാനുവൽ. ഫസ്റ്റ് വൺ, ICMA London defines budget manual as a document which set out the responsibilities of the persons engaged in the routine of and the forms and records required for budgetary control. Okay, അപ്പോൾ ബഡ്ജറ്റ് മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ബഡ്ജറ്റ് മാനുവൽ ഈസ് എ ഡോക്യുമെൻറ്റ്. ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് ഇൻ വിച്ച് സെറ്റ് ഔട്ട് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ പേഴ്സൺസ് എൻഗേജ്ഡ് ഇൻ ദ റുട്ടീൻ ഓഫ് ദ ബഡ്ജറ്ററി കൺട്രോൾ. അപ്പോൾ ഈ ബഡ്ജറ്ററി കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പേഴ്സൺസ്, അല്ലെങ്കിൽ ആ ബഡ്ജറ്റ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റി ഉള്ള പേഴ്സൺസ് ആരൊക്കെയാണ്, അല്ലേ? അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഫോംസ് എന്താണ്, റെക്കോർഡ്സ് എന്താണ്, ഒരു ബഡ്ജറ്ററി കൺട്രോൾ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡ്സ്, ഏതൊക്കെ റെക്കോർഡ്സാണ്, ഏതൊക്കെ ഫോംസ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ പേഴ്സൺസ് ആണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, ഇതെല്ലാം അടങ്ങിയ ഒരു ഡോക്യുമെൻ്റ് ആണ് എന്തെന്ന് പറയുക, ബഡ്ജറ്റ് മാനുവൽ. It covers in detail all aspects of budgeting and its administration. അപ്പോൾ ബഡ്ജറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അതുപോലെ അതിൻ്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഏതിനകത്തുണ്ടായിരിക്കും, ബഡ്ജറ്റ് മാനുവലിൽ ഉണ്ടാകും. ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓർ ദ ബഡ്ജറ്റ് ഓഫീസർ. ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ഓർ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ചീഫ് എക്സിക്യൂട്ടീവ് ഓർ ദ ബഡ്ജറ്റ് ഓഫീസർ. ചീഫ് എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഓഫീസർ ആയിരിക്കും എന്ത് ചെയ്യുക, ബഡ്ജറ്റ് മാനുവൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ആർ ദ ഐറ്റംസ് ഇൻക്ലൂഡഡ് ഇൻ എന്താണ് ബഡ്ജറ്റ് മാനുവൽ? ഫസ്റ്റ് വൺ, ലെങ്ത് ഓഫ് ദ പീരിയഡ്. നമുക്കറിയാം ബഡ്ജറ്റഡ് പീരീഡ് ആണ് ലെങ്ത് ഓഫ് ദ പീരിയഡ്. ദെൻ ഡേറ്റ്സ് ഓഫ് റെസിപ്റ്റ് ഓഫ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റഡ് ഫ്രം ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്നും നമ്മൾ റിസീവ് ചെയ്യുന്ന റെസിപ്റ്റ് എന്തൊക്കെയായിരിക്കും, അതിൻ്റെ കയ്യിൽ നിന്നുള്ള ഓരോ കണ്ടൻറ്റ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ബഡ്ജറ്റ് റിസീവ് ചെയ്ത ഡേറ്റ്സ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഡേറ്റ്സ് ഓഫ് റിവ്യൂ, ഇത് റിവ്യൂ ചെയ്ത ഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ് ടു ബി അഡോപ്റ്റഡ്, ഏത് തരം അക്കൗണ്ടിങ് സിസ്റ്റമാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. ദെൻ പ്രൊസീജിയർ ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദ പ്രൊസീജിയർ ഫോർ റിപ്പോർട്ടിംഗ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ എന്താണ്, അതുപോലെ അത് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ എന്താണ്, ഈ കാര്യങ്ങളെല്ലാം ഏതിനകത്തുണ്ടായിരിക്കും, ബഡ്ജറ്റ് മാനുവലിലുണ്ടായിരിക്കും. ദെൻ ബഡ്ജറ്റ് പ്രൊഫോമാസ്, ബഡ്ജറ്റ് ഫോർമാറ്റുകൾ ഉണ്ടായിരിക്കും. ദെൻ ലാസ്റ്റ് വൺ, സാങ്ഷനിങ് അതോറിറ്റീസ് ഓഫ് ദ വേരിയസ് ബഡ്ജറ്റ് ആൻഡ് ഫിനാൻഷ്യൽ പവർ ഓഫ് ഡിഫറെൻറ്റ് മാനേജേഴ്സ്. ലാസ്റ്റ് വൺ എന്താണ്, സാങ്ഷനിങ് അതോറിറ്റീസ് ഓഫ് വേരിയസ് ബഡ്ജറ്റ്സ് ആൻഡ് ദ ഫിനാൻഷ്യൽ പവർ ഓഫ് ദ ഡിഫറെൻറ്റ് മാനേജേഴ്സ്. അപ്പം സാങ്ഷനിങ് അതോറിറ്റി, ഓരോ ബഡ്ജറ്റിൻ്റെ സാങ്ഷനിങ് അതോറിറ്റീസ് ആരാണ്, അതുപോലെ അവരുടെ എല്ലാം ഫിനാൻഷ്യൽ പവർ ഫിനാൻഷ്യൽ പവർ ഓഫ് ദ ഓരോ ഡിഫറെൻറ്റ് മാനേജേഴ്സിൻ്റെ ഫിനാൻഷ്യൽ പവർ എന്തൊക്കെയാണ്, അവരുടെ പവേഴ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം ഏതിനകത്തുണ്ടായിരിക്കും, ബഡ്ജറ്റ് മാനുവലിൽ ഉണ്ടായിരിക്കും. Last step is setting up of organization chart. Setting up of organization chart. An organization chart is a chart prepared for the effective implementation of the budgetary control system by fixing authority and responsibility to each executive for effective implementation of the budget. അപ്പം നമ്മുടെ ബഡ്ജറ്റ് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ വ്യക്തിയുടെയും അതോറിറ്റി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്ന് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു ചാർട്ടാണ് എന്തെന്ന് പറയുക, ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഓർഗനൈസേഷൻ ചാർട്ട് ഈസ് എ ചാർട്ട് പ്രിപ്പയർഡ് ഫോർ ദ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം. അവിടെ എന്തൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കും, ബൈ ഫിക്സിങ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു ഈച്ച് എക്സിക്യൂട്ടീവ് ഫോർ എന്താണ്, എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി ബഡ്ജറ്റ്. Dear students, carefully watch and listen the lecture class and write the assignment question like what do you meaning and definition of budgetary control. Explain the steps involved in the preparation of budget. What are the steps involved in the preparation of budget?